ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ, എത്ര വലിയ സ്ഫോടനമാണ് ഉണ്ടായത് എന്നത്, അതിൻ്റെ ആഘാതം എത്രത്തോളമാണ് എന്നുള്ളത് ആ വീടുകളിൽ ചെന്നാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടു. അവിടെ വാതിലുകളൊക്കെ പൂർണ്ണമായി പൊളിഞ്ഞു പോകുന്ന നിലയിലേക്ക്, ജനൽ ചില്ലുകളൊക്കെ പൊളിഞ്ഞു പോകുന്ന നിലയിലേക്ക്, അവിടെ നിന്നിരുന്ന ഒരു കുട്ടിക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്ക്, അവിടെയുള്ള പ്രതികരണങ്ങളിൽ കേട്ടത് ഭൂകമ്പമാണോ എന്ന് പോലും സംശയിച്ചു പോയി എന്നാണ് ഇക്ബാൽ അറക്കൽ. റിജിത്ത്, തീർച്ചയായും ഈ നാടിനെ പൂർണ്ണമായും പിടിച്ചു കുലുക്കിയാണ് ഈ ദുരന്തം അല്ലെങ്കിൽ ഈ ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്ന അപകടം നടന്നിട്ടുള്ള സംഭവ സ്ഥലത്താണ്. ഇവിടെ നിന്നും ഏകദേശം 300 മീറ്റർ ദൂരത്ത് വരെ ഇവിടെ നിന്നുള്ള ഈ ഗുണ്ടും അതുപോലെ തന്നെ ചെറിയ അമിട്ടുകളും എല്ലാം ചെന്ന് പതിച്ച് ഈ സെൽജോൻ്റെയൊക്കെ വീട് അങ്ങനെയാണ് തകർന്നത്. സെൽജോൻ്റെ വീടിൻ്റെ മുകൾ വശത്തൊക്കെ നമ്മൾ കയറി പോയ സമയത്ത് കണ്ടിരുന്നു. മുകൾ നിലയിലെ വാതിലിൻ്റെ തൊട്ട് സമീപത്തായാണ് അവിടെ ഈ ചെറിയ ഗുണ്ട് വന്ന് വീണ് അപകടം സംഭവിച്ചത്. അങ്ങനെ ഈ നാടിനെ പൂർണ്ണമായും ഈ ദുരന്തം അല്ലെങ്കിൽ ഈ അപകടം പൂർണ്ണമായും പിടിച്ച് കുലുക്കി എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും പല ആളുകളും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവുകയും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോഴും ദൃശ്യങ്ങൾ കാണുന്നത് ഈ അപകടം നടന്നിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഇടത്തും നമ്മൾ എത്തി റിപ്പോർട്ടിംഗ് നടത്തുന്ന സമയത്ത് വൈകിട്ട് ഒരു 7:45 വരെ ഉൾപ്പെടെ പല ഇടങ്ങളിലും ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം മാറ്റുകയും പിന്നീട് പൂർണ്ണമായും ഈ മേഖല സീസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നാളെ വ്യാപകമായിട്ടുള്ള പരിശോധന ഉണ്ടാവും ഈ മേഖലയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നാളെ ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡോഗ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകും. കാരണം ആ മേഖലയിൽ എവിടെയെങ്കിലും മൃതശരീരങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടിയാണ്. നേരത്തെ ഈ അപകടം നടന്ന സമയത്ത് ഈ പാടത്തെല്ലാം ഈ ചിന്നിച്ചിതറിയ നിലയിൽ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റു രക്ഷാപ്രവർത്തകരും എല്ലാം ശേഖരിച്ച് ആണ് പിന്നീട് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ നമുക്കൊപ്പം ഈ വാർഡിലെ കൗൺസിലറായിട്ടുള്ള സജീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുജീഷിൽ ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്തെല്ലാം ഇവിടെ സജീവമായിട്ട് ഉണ്ടായിരുന്ന വ്യക്തികളാണ്. ഇവിടെ ഈ അപകടത്തിൽ നമ്മൾ ഈ പേരുകളെടുത്ത് പരിശോധിക്കുമ്പോൾ പല ആളുകളും ഈ മുണ്ടത്തിക്കോട് മേഖലയിൽ തന്നെയുള്ള ആളുകളാണ്. ഈ രക്ഷപ്പെട്ട ആളുകളുടെ വിവരവും അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കുന്നു. ഇല്ല, ശേഖരിച്ചുകൊണ്ടിരിക്കണല്ലോ. കുറച്ച് മുണ്ടത്തോടുന്ന് അധികം ആൾക്കാരില്ല, പുറം വന്നാണ് കുണ്ടന്നൂർ ഭാഗം പാലക്കാട് നിന്നൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്ര നമുക്കറിയുള്ളൂ. ഒരുപാട് വർഷമായിട്ട് സതീഷേട്ടൻ ഇവിടെ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ അച്ഛൻ മണിയുടെ കാലം ഉണ്ട് 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 മറ്റൊരു വ്യക്തി സുഷീഷിന്റെ കൂട്ടുകാരൻ തന്നെയാണ്. അവരെല്ലാം ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നിങ്ങളെല്ലാവരും പെട്ടെന്ന് ശബ്ദം കേട്ട് ഓടിയെത്തുകയാണ് ചെയ്തത്. ഇവിടേക്ക് എന്തായിരുന്നു ആ സമയത്ത് ഒരു കാഴ്ച? മൊത്താകെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേൾക്കായിരുന്നു. എന്നിട്ട് വേഗം ഓടിയെത്തിയത്. അപ്പോൾ ഇവിടെ മുഴുവൻ പൊട്ടുമായിരുന്നു. നിങ്ങളാണ് ആദ്യഘട്ടത്തിൽ അകത്ത് സമീപത്തേക്കും വന്ന ആളുകളെ വേഗം ആശുപത്രിയിൽ കൊണ്ട്, സതീഷിനെ ഉൾപ്പെടെ ആശുപത്രിയിൽ കൊണ്ട്? സതീഷ് ഉണ്ടായി. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ, നാട്ടുകാർ മുഴുവൻ ഉണ്ടായിരുന്നു ഇവിടെ. രക്ഷാപ്രവർത്തനം നാട്ടുകാർ മുഴുവൻ ആദ്യം എത്തിയത്. അവരെന്നെ ആദ്യം കൊണ്ടുപോയിരുന്നത്. ശരീരങ്ങളൊക്കെ ഈ ചിന്നിച്ചിതറിയ അത് ഈ നിറച്ചും പാടം കാര്യങ്ങളൊക്കെ അല്ല, അവിടെയൊക്കെ ശരീരാവശേഷങ്ങൾ ചിന്നിച്ചിതറിയായിട്ട് കിടന്നിരുന്നു. പിന്നെ അപ്പുറത്തെ എല്ലാ വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ചുറ്റുള്ള എല്ലാ വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സെൽജോന്റെ വീടൊക്കെ പറയുന്നത് ഇവിടെ കുറച്ച് ദൂരം അപ്പുറത്തേക്കാണ്. ഇവിടുത്തെ ഈ മരത്തിനും മുകളിലൂടെ പോയിട്ട് വേണ്ടേ അവിടെ? ആ മരത്തിന്റെ മുകളിൽ കൂടെ പോയിട്ടാണ് അവിടെ പോയിട്ട് ഒരെണ്ണം പൊട്ടിയിട്ടുള്ളത്. അവന്റെ 2ാം നിലയുടെ മുകളിലുള്ള ഗ്ലാസ്സുകളെല്ലാം പൊട്ടിച്ചിതറി എടുക്കണം. അവിടെ ആകെ നാശനഷ്ടം, അവന് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിങ്ങനെ തോന്നുന്നത്. പിന്നെ ആ ഭാഗത്തൊക്കെയാണ് അവശിഷ്ടങ്ങളൊക്കെ കിടന്നിരുന്നത്. ഇവിടുന്ന് തെറിച്ചു പോയിട്ടുള്ളതാണ് അത്രയും ദൂരം. അതായത് ഇവിടെ എത്ര പേര് ജോലി ചെയ്തു എന്നുള്ള കൃത്യമായിട്ടൊരു കണക്കാർക്കും പറയുന്നത്? ഇല്ല, ഒരു 30-35 ഉള്ളിൽ ഉണ്ടാവുന്നതാണ് പറയണേ. കൃത്യമായിട്ടൊരു കണക്ക് ഇല്ല. സതീഷിന് മാത്രമേ കൃത്യമായിട്ട് അറിയാം. അറിയുള്ളൂ. പിന്നെ കണക്ക് പുറത്ത് പോയവരുണ്ട്, അവരെന്നൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ നാട്ടിലുള്ളവരോട് സംസാരിച്ചിരുന്നു പിന്നീട് ഇതിന് ശേഷം? ഇവിടെ ജോലി ചെയ്തിരുന്ന നാട്ടിലുള്ളവരോട്? അവരൊക്കെ ഹോസ്പിറ്റലിലാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ തന്നെ? അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇതാണ് റീജിത്ത്. ഇവരുടെ എല്ലാം നേതൃത്വത്തിലായിരുന്നു ഈ രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ ആദ്യഘട്ടത്തിൽ നടത്തിയത്. ഇവിടെ ഞാനൊരു നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്താണ്. ഇവിടെ തൊട്ടപ്പുറത്തായി എനിക്ക് ഈ എതിർവശത്തായി ഇവിടെ വലിയ കൂറ്റൻ മരങ്ങളുണ്ട്, ഒരു ആല് തന്നെയുണ്ട്. ആ ആലിൻ്റെ എല്ലാം മുകളിലൂടെ പോയാണ് ഈ അമിട്ട് പിന്നീട് ഈ സെൽജോൻ്റെ എല്ലാം വീട്ടിലേക്ക് തെറിക്കുകയും പിന്നീട് അവിടെ സെൽജോൻ്റെ വീട്ടിൻ്റെ പരിസരത്തെല്ലാം വെച്ച് അല്ലെങ്കിൽ ആ ടെറസിലെല്ലാം വെച്ച് പൊട്ടിത്തെറിച്ച് പിന്നീട് ആ വീട് തകരുന്ന രീതിയിലേക്ക് അപകടങ്ങൾ മാറുകയും ചെയ്തിട്ടുള്ളത്. മുണ്ടത്തിക്കോടുള്ള ആളുകളും ഈ അപകടത്തിൽ പെട്ടിരുന്നു. ചില ആളുകൾ, ഈ പ്രദേശവാസികളുടെ ചില ആളുകൾ ഓടി രക്ഷപ്പെട്ട ആളുകൾക്കിടയിലും ഉണ്ട്. ഏതായാലും ലൈസൻസി എല്ലാവർക്കും പരിചിതനായ ഒരാളാണ്. 13 വർഷത്തിലേറെയായി വെടിക്കെട്ട് രംഗത്ത് പരിചയസമ്പത്തുള്ള
മുണ്ടത്തിക്കോട് സതീഷാണ് ഇതിൻ്റെ ലൈസൻസി. അദ്ദേഹവും പരിക്കേറ്റിപ്പോൾ ചികിത്സയിലാണ്. മണി ഫയർ വർക്ക്സ് എന്ന പേരിലുള്ള ലൈസൻസ്, അത് തൃശ്ശൂർകാർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഒരുപാട് കാലത്തെ പരിചയ സമ്പത്തുള്ള ആളാണ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സതീഷ് ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. 2024 ചരിത്രത്തിലാദ്യമായി തിരുവമ്പാടിക്കും പാറമേക്കാവിനുമായി കരാറെടുത്തതും സതീഷായിരുന്നു. സതീഷിനെ കുറിച്ച് എന്താണ് ആ നാട്ടുകാരൊക്കെ പറയുന്നത്? ഇക്ബാൽ. റിജിത്ത്, അതായത് നമ്മൾ ഈ നാട്ടിൽ പലയിടത്തും പല വീടുകളിലെല്ലാം നമ്മൾ കയറി സംസാരിച്ചിരുന്നു. അവരെല്ലാം സതീഷിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഇന്ന് വരെ ഇവിടെ ഒരു അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല. വളരെ വർഷക്കാലങ്ങളായി സതീഷും അതുപോലെ തന്നെ സതീഷിൻ്റെ അച്ഛൻ മണിയും എല്ലാം ചേർന്ന് ഈ മുണ്ടത്തിക്കോട് മേഖലയിൽ വെച്ച് ഇത്തരത്തിൽ ഈ വെടിക്കെട്ട് നിർമ്മാണമെല്ലാം നടത്തുന്നു. പക്ഷേ ഇതുവരെയും യാതൊരു രീതിയിലുള്ള അപകടങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചില്ല. മാത്രമല്ല വളരെ കൃത്യമായി തന്നെ ഈ വെടിക്കെട്ടുകളെല്ലാം പല ക്ഷേത്രങ്ങളിലും പല ഉത്സവങ്ങളിലും നടത്താൻ സതീഷിനും അതുപോലെ തന്നെ അവരുടെ കമ്പനിക്കും സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു അപകടം അത് എങ്ങനെ എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ ചോദിക്കുന്നത്. കാരണം അവരൊന്നും ഈ അപകടം നടന്നതിന് സമീപത്ത് തന്നെയാണ് അവരുടെ എല്ലാം വീടുകൾ. പക്ഷേ അവരെല്ലാം ഇത്ര കാലം അവർക്കൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതായത് ഇതുവരെ ഒരു അപകടങ്ങൾ ഉണ്ടാവാത്തതുകൊണ്ടാണ് അവർ ആശങ്കയില്ലാതെ ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞിരുന്നത്. ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്താണ് ഇന്ന് പെട്ടെന്ന് ഉച്ചയോടുകൂടി ഈ ദുരന്തം ഉണ്ടായത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പോലും അവർക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരു ഭൂകമ്പം ഉണ്ടായതുപോലെ വീടെല്ലാം കടന്ന് കുലുങ്ങി എന്നുള്ളതാണ് പല അമ്മമാരും നമ്മളോട് പറഞ്ഞത്. പിന്നീട് ആ കുലുക്കം കേട്ട് കുട്ടികളെയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെയും കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് റോഡിലേക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പായുകയായിരുന്നു. മറ്റൊന്നും ചിന്തിച്ചില്ല. പിന്നീടാണ് ഇതൊരു അപകടമാണ്. ഇത്തരത്തിൽ ഈ സതീഷിൻ്റെ നേതൃത്വത്തിൽ ഈ വെടിക്കെട്ട് നിർമ്മിച്ചിരുന്ന ഈ കമ്പനിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സ്ഫോടനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി സംഭവിച്ചെന്നുള്ളത് അവർ തിരിച്ചറിയുകയും തന്നെ ചെയ്യുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ നാട്ടുകാരെല്ലാം ഓടിക്കൂടി മേഖലയിലേക്ക് എത്തുകയായിരുന്നു. നേരത്തെ നമ്മുടെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു അവർക്കൊക്കെ സതീഷ് കൃത്യമായി വ്യക്തിപരമായിട്ടുള്ള പരിചയം തന്നെ ഉള്ള ആളുകളാണ്. നാട്ടുകാരൊക്കെ എല്ലാം കൃത്യമായിട്ട് നല്ല പരിചയമുള്ള വ്യക്തികളാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ആർക്കും തന്നെ പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവരെല്ലാം കടന്നു പോകുന്നത്. അവരെല്ലാം ഈ ശബ്ദം കേട്ട് ഇവിടേക്ക് ഓടിയെത്തുകയും പിന്നീട് സതീഷിനുൾപ്പെടെയുള്ളവരെ ആദ്യം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അവർക്ക് ഇവിടേക്ക് അടുക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കാരണം ഒരു തീഗോളമായി അപ്പോഴേക്കും ഈ മേഖല മുഴുവൻ മാറിയിരുന്നു. അതിന്റെ ചൂട് കാരണം വിവരങ്ങൾ നൽകുന്നത്. സതീഷിനും പരിക്കേറ്റിട്ടുണ്ട്. സതീഷ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു നാട്ടുകാരന്റെ പ്രതികരണം.